നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വയോജന സംഗമം മുനിസിപ്പൽ ടൗൺ ഹാളിൽ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫെനി എബിൻ വെള്ളാനിക്കാരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അംബിക പള്ളിപ്പുറത്ത്, ജെയ്സൺ പാറേക്കാടൻ, മുനിസിപ്പൽ കൗൺസിലർ അൽഫോൺസ തോമസ് എന്നിവർ ആശംസകൾ നേർന്നു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CC ഷിബിൻ സ്വാഗതവും ICD സൂപ്പർവൈസർ ഐശ്വര്യ ഫ്രാൻസിസ് നന്ദിയും പറഞ്ഞു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളൊക്കെ ജനകീയരാകുന്നത് ചിലവർ പക്ഷേ നിങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ടവരാകുന്നത് ആ ഉല്ലാസയാത്രയിലൂടെയാണ്. എനിക്കൊന്നും എൻ്റെ വാർഡിലൊന്നും അംഗൻവാടികളില്ല. അതുകൊണ്ട് എനിക്ക് വയോജന ക്ലബ്ബുകളായിട്ടുള്ള ഒരു മീറ്റിങ്ങുകളോ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ ഇങ്ങനെ ഒരു ഉല്ലാസയാത്ര വരുമ്പോഴാണ് അവരൊക്കെ കാണാനും അവരോടൊപ്പം എൻജോയ് ചെയ്യാനും അവരൊക്കെ ആ ഒരു ദിവസം അവർ ശരിക്കും ഭംഗിയായിട്ട് നന്നായിട്ട് ആഘോഷിക്കുന്നത് ഞാൻ കാണാറുണ്ട്. അത്രമാത്രം അവർക്കത് ഇഷ്ടപ്പെടും. ഇപ്പൊ ഈ വർഷവും ഞങ്ങൾക്കത് നമ്മളുടെ വയോജന സംഗമത്തിന്റെ ഒപ്പം തന്നെ ഈ വർഷം ഞങ്ങൾ ആ ഒരു യാത്ര പ്രതീക്ഷിച്ചിരുന്നില്ല. ഞങ്ങൾ കൗൺസിലർമാരൊന്നും അത് നമ്മുടെ CDS ചെയർപേഴ്സണായ ഐശ്വര്യ നേതൃത്വത്തിൽ ആ പദ്ധതി വേഗം നടത്തിയത് കൊണ്ട് ഞങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ അങ്ങനെയും ഒരു യാത്ര നിങ്ങളോടൊപ്പം ഞങ്ങൾക്ക് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചു. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് മരുന്ന് തരുന്നത്, നിങ്ങളുടെ വയോജന ക്ഷേമത്തിന് വേണ്ടി, അതുപോലെ തന്നെ വയോജന സംഗമങ്ങൾ, ഇത് ഇരിഞ്ഞാലക്കുട നഗരസഭയുടെ ഈ 5 വർഷക്കാല ചരിത്രം എടുത്തു നോക്കിയാൽ ഏറ്റവും നന്നായി വയോജനങ്ങളെ ചേർത്ത് പിടിച്ച് അവരോടൊപ്പം നിന്ന് അവർക്ക് വേണ്ടി ഒട്ടനവധി ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയ ഒരു കാലഘട്ടമാണ് ഈ 5 വർഷം എന്ന് പറയുന്നത്. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്കും ബോധ്യമുള്ള കാര്യമാണ്. നമുക്കറിയാം, ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകുന്നത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ തരുന്ന ഫണ്ട് ഉപയോഗിച്ച് തന്നെയാണ്. പക്ഷേ അത് ഏറ്റവും നന്നായി ഉപയോഗിക്കുമ്പോൾ, അത് അർഹരായ ആളുകളിലേക്ക് എത്തിക്കുമ്പോഴാണ്, ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നൽകുന്ന ഫണ്ടുകൾ അർഹരായ ആളുകളിൽ എത്തുമ്പോഴാണ് അതിന്റെ ഫലപ്രാപ്തി എത്തിയത്.